നമസ്കാരം. ആശാ ഷോട്ട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. റോഡിലെല്ലാം ട്രാഫിക് ബ്ലോക്കാണ്. റോഡിലെ ട്രാഫിക് ബ്ലോക്ക് കാരണം റോഡിൽ കൂടെ മനുഷ്യർക്കൊന്നും നടക്കാൻ സാധിക്കില്ല. സൈഡിൽ കൂടെയും പറ്റിയില്ല, ക്രോസ് ചെയ്യാൻ അതിലും ഭയങ്കര കഷ്ടപ്പാടാണ്. റോഡുകളിൽ മാത്രമല്ല ട്രാഫിക് ബ്ലോക്ക് ഉള്ളത്. വിമാനം പറപ്പിക്കുന്നതും ട്രാഫിക് ബ്ലോക്കിൽ കൂടിയാണ്. നമ്മൾ നേരിട്ട് കാണുന്ന ആകാശത്തിനും മുകളിലൂടെയാണ് വിമാനങ്ങൾ പറക്കുന്നത്. അവിടുത്തെ ട്രാഫിക് നമ്മൾക്ക് മനസ്സിലാകുന്നില്ല എന്നേ ഉള്ളൂ. അത് ആധുനികമായ കമ്പ്യൂട്ടറൈസ്ഡ് കൺട്രോൾ സിസ്റ്റം ഒക്കെ വെച്ച് കൺട്രോൾ ചെയ്യുന്നത് കാരണമാണ് വിമാനങ്ങൾ കൂട്ടിമുട്ടാതെ സഞ്ചരിക്കുന്നത്. സെക്കൻഡുകൾക്ക് ഇടവേളയിൽ ധാരാളം വിമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമായി പറക്കുന്നുണ്ടാകും. എന്നാൽ കായലിലെ ട്രാഫിക് ബ്ലോക്ക് ഇങ്ങനൊരു സംഗതി കണ്ടിട്ടുണ്ടോ? കായലിലെ ട്രാഫിക് ബ്ലോക്കിനെ പറ്റിയാണ് ഇന്നത്തെ സംസാരം. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ബട്ടൺ കാണുകയാണെങ്കിൽ പ്രസ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു. കായൽ സഞ്ചാരം കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. ടൂറിസ്റ്റുകൾ കായലിലൂടെ സഞ്ചരിക്കാൻ പോകാറുണ്ട്. വേമ്പനാട്ട് കായലിലൂടെ സഞ്ചരിക്കാൻ പോയ സമയത്താണ് കായലിനുള്ളിൽ ട്രാഫിക് ബ്ലോക്ക് ഇതിനു മാത്രം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായത്. പിക്നിക്കിൻ്റെ ഭാഗമായി പോയതാണ്. വേമ്പനാട്ട് കായലിലൂടെയുള്ള ബോട്ട് സവാരിക്കാണ് പോയത്. അത് എനിക്ക് തോന്നുന്നു ഉച്ച കഴിഞ്ഞുള്ള സമയമാണ് പോയതെന്ന് തോന്നുന്നു, നന്നായി ഓർമ്മയില്ല. ബോട്ട് സവാരി മിക്കവാറും 1 മണിക്കൂറൊക്കെ ആകും കാണുക. അതിൽ പ്രത്യേകിച്ചൊന്നും കാഴ്ചയൊന്നും കാണാനില്ല. കായലിലൂടെ ബോട്ടിൽ സഞ്ചരിക്കാം. ഞങ്ങൾ പോയ ബോട്ടിന് 2 ഡക്ക് ഉണ്ടായിരുന്നു. മുകളിലത്തെ നിലയിലും കയറിയിരിക്കാം. അത് തന്നെയല്ലാതെ ബോട്ടിന് മുകൾ വശത്ത് ബോട്ടിൻ്റെ മേൽക്കൂരയിലും നമ്മൾക്ക് കയറിയിരിക്കാം. അങ്ങനെ ബോട്ടിൻ്റെ മേൽക്കൂര വരെയും കയറിയിരുന്ന് കായലിനുള്ളിലൂടെ സഞ്ചരിച്ച സമയമാണ്. പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണാനില്ല. വിശാലമായ ജലപ്പരപ്പിൻ്റെ നടുക്കൂടെ ബോട്ടിങ്ങനെ പോന്നു. നമ്മൾക്ക് ബോട്ടിൻ്റെ മേൽക്കൂരയിൽ ഇരുന്ന് അങ്ങനെ ഇരിക്കാം എന്നത് മാത്രമേ ഉള്ളൂ. കാറ്റുകൊണ്ട് ജലപ്പരപ്പിന് മുകളിലൂടെ ചുറ്റും ജലപ്പരപ്പ് മാത്രമേ ഉള്ളൂ. വേറൊന്നും തന്നെ കാണാനില്ല. അതിൻ്റെ ഒരു കാഴ്ച മാത്രമേ കാണാനുള്ളൂ. പ്രത്യേകിച്ച് വേറെ കാഴ്ചകളൊന്നും ഇല്ല. ഈ ബോട്ട് 1 മണിക്കൂറാണ് യാത്ര ചെയ്യുക. അത് തണ്ണീർമുക്കം ബണ്ട് വരെ പോയിട്ട് തിരികെ കയറിയ സ്ഥലത്ത് തന്നെ തിരികെ കൊണ്ടുവന്ന് വിടും. തണ്ണീർമുക്കം ബണ്ട് എന്ന് പറയുന്നത് ഒരു ബണ്ടാണ്. അതൊരു ഷട്ടറാണ്. അത് കായലിലെ ഉപ്പുവെള്ളം കുട്ടനാടിലെ കൃഷിസ്ഥലത്ത് നെൽപ്പാടങ്ങളിലേക്ക് കയറാതിരിക്കാനും മഴക്കാലത്ത് ധാരാളമായിട്ടുള്ള നെൽവയലിലെ വെള്ളം കായലിലേക്ക് ഒഴുക്കിക്കളയാനും ഒക്കെ ആയിട്ട് ഉള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു ഷട്ടറാണ് തണ്ണീർമുക്കം ബണ്ട്. തണ്ണീർമുക്കം ബണ്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു അണക്കെട്ട് പോലെയൊക്കെ ഇരിക്കും. ഷട്ടറുള്ള അണക്കെട്ടുണ്ട്, ഏകദേശം അതുപോലെയൊക്കെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ. അത് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാം അതിൻ്റെ ഷട്ടർ താഴ്ത്തുകയും ഉയർത്തുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ഒരു പ്രാവശ്യം പോയപ്പോൾ നോക്കിയപ്പോൾ ഒരു വശത്ത് വെള്ളത്തിൻ്റെ ലെവല് കൂടി നിൽക്കുന്നു, മറുവശത്ത് വെള്ളത്തിൻ്റെ ലെവല് താഴ്ന്നു നിൽക്കുന്നു. അത് ഷട്ടർ അടച്ചിട്ടിരിക്കുകയാണ് എന്ന് മനസ്സിലായി. അത് കായലിൽ നിന്നും ഉപ്പുവെള്ളം അവിടെ വന്ന് തങ്ങി നിൽക്കുകയാണ്. കൃഷിസ്ഥലത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഷട്ടർ താഴ്ത്തി വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ എല്ലാ ബോട്ട് യാത്രകളും തണ്ണീർമുക്കം ബണ്ട് വരെ വന്ന് തിരികെ കറങ്ങി ആണ് തുടങ്ങിയ സ്ഥലത്ത് തന്നെ ചെല്ലുകയാണ് ചെയ്യുക. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്ന സമയം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേര സമയമായി, തിരികെ ഇറങ്ങാനുള്ള സ്ഥലത്തേക്ക് വരാനുള്ള സമയമായി. അങ്ങനെ വരുന്നത് 4 മണിയൊക്കെ കഴിഞ്ഞു. വൈകുന്നേരം 4 മണി 5 മണി സമയം അടുത്തപ്പോഴാണ് ബോട്ട് കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാനുള്ള സ്ഥലത്തേക്ക് വരാനുള്ള പുറപ്പാടില്. അങ്ങനെ വന്ന സമയത്താണ് ഞാൻ കണ്ടത് 4 മണി സമയം ഒക്കെ കഴിഞ്ഞപ്പോൾ കായൽ നിറയെ ബോട്ടുകൾ.
ഇതിന് മാത്രം ബോട്ടുകൾ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് അത്ഭുതം കൂറി. എല്ലാ ബോട്ടുകളും, ഹൗസ് ബോട്ടുകൾ അടക്കം, ഹൗസ് ബോട്ടുകളും യാത്രക്കാരുടെ ബോട്ടുകളും, അങ്ങനെ എല്ലാവിധ ബോട്ടുകളും കായലിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. വൈകുന്നേര സമയമായപ്പോൾ ഈ ബോട്ടുകളിലുള്ള യാത്രക്കാരുണ്ടോ, ടൂറിസ്റ്റുകളൊന്നും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ ബോട്ടുകളുടെ മോട്ടർ ഒന്ന് കേടാകാതെ മോട്ടർ വെച്ചിട്ടുള്ള ബോട്ടുകളാണ്. അത് കേടുവരാതിരിക്കാൻ വേണ്ടി വെറുതെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയിരിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അത് കണ്ട് എനിക്ക് അത്ഭുതം വന്നു. ഇതിന് മാത്രം ബോട്ടുകളുണ്ടോ ഈ സ്ഥലത്ത്? ബോട്ടുകൾ ഉണ്ടോ എന്ന് മാത്രമല്ല, കായൽപ്പരപ്പ് നിറഞ്ഞു കിടക്കുകയാണ്. പരവതാനി കായൽപ്പരപ്പിൽ വിരിച്ചതുപോലെ കായലിലെ വെള്ളം കാണാനേ ഇല്ല. അതിനു മാത്രം ബോട്ടുകൾ തിങ്ങി നിറഞ്ഞ് ആ കായൽപ്പരപ്പിൽ കിടക്കുന്നു. ഈ ബോട്ടുകളൊക്കെ കുറേശ്ശായി അനങ്ങുന്നുണ്ട്. വളരെ സ്പീഡിൽ ഓടിക്കാനുള്ള സ്ഥലമില്ല. ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതിൽ മുട്ടും. അങ്ങനെ തട്ടിമുട്ടി നിൽക്കുന്ന പോലെ ആണ് ഈ ബോട്ടുകളൊക്കെ അവിടെ കിടക്കുന്നത്. എന്നാൽ അത് കുറേശ്ശെയായിട്ട് നീങ്ങുന്നുമുണ്ട്, അനങ്ങുന്നുമുണ്ട്. പ്രത്യേകമായിട്ടുള്ള കൺട്രോൾ ചെയ്ത് അത് ഓടിക്കുന്നതാകും എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ഇതിന് മാത്രം തട്ടിമുട്ടി തിങ്ങി നിറഞ്ഞ് ആ ബോട്ടുകളെല്ലാം കായൽപ്പരപ്പിൽ കിടക്കുന്നു വൈകുന്നേരം ആയപ്പോൾ. അപ്പോഴാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്, ട്രാഫിക് ബ്ലോക്ക് എന്ന് പറഞ്ഞ് ധാരാളം വണ്ടികൾ ബ്ലോക്കായി റോഡിൽ കിടക്കുന്നത് കണ്ട് പരിചയമുണ്ട്. എന്നാൽ കായലിൽ ഇതിന് മാത്രം ബോട്ടുകൾ ഇങ്ങനെ ട്രാഫിക് ബ്ലോക്ക് പോലെ മുട്ടി നിറങ്ങി ഇങ്ങനെ നീങ്ങാൻ സ്ഥലമില്ലാതെ അങ്ങനെ കിടക്കുന്ന ഒരു കാഴ്ച, അങ്ങനെയും ഒരു കാഴ്ച ഉണ്ടോ എന്ന് ഞാൻ അത്ഭുതം കൂറി. വീണ്ടും കാണാം അടുത്ത വിശേഷവുമായി. നമസ്കാരം.